ബീഫിനോടൊപ്പം കഴിക്കാൻ കിടിലൻ രുചിയിലെ പാൽക്കപ്പ തയ്യാറാക്കിയാലോ? ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കപ്പ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിലിട്ട് 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഇനി അരമുറി തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ച് 1-ാം പാൽ അടിച്ച് മാറ്റിയെടുക്കാം. ഇനി അതേ തേങ്ങയിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് 2-ാം പാൽ മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിവിടെ പകുതി വേവാണ് ആക്കിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെക്കുക. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ തേങ്ങാപ്പാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. ഈ കപ്പയുടെ ഓരോ പീസിലും ഈ തേങ്ങാപ്പാൽ ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്കായി വരണം. ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഈ 2-ാം പാലൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതും ഇനി മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്കായി വരട്ടെ. ആവശ്യമെങ്കിൽ നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് അടച്ച് മാറ്റി വയ്ക്കാം. നമുക്കൊരു 10 ചെറിയ ഉള്ളി, ഒരു 5-6 വെളുത്തുള്ളി, 2 പച്ചമുളക് ഇവ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുകും ഇട്ട് ഈ ചതച്ചെടുത്ത ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർക്കാം. ഇതിനെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി രുചിയിലുള്ള പാൽക്കപ്പ തയ്യാറായി കിട്ടും.